നമസ്കാരം ഗുരുജി. നമസ്കാരം. എൻ്റെ പേര് സോണി. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ആരാണ് ഗുരുജിയുടെ ഗുരു? അതേപോലെ തന്നെ ആ ഗുരുവിനെ കണ്ടുമുട്ടാനുണ്ടായ സാഹചര്യം, അതേപോലെ ഗുരുവിൻ്റെ കൂടെ ഉള്ള ആധ്യാത്മിക ജീവിതത്തിലെ ഓരോ ഏടുകളൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? ഓക്കെ. എൻ്റെ ഗുരുനാഥൻ ശ്രീ പരമാത്മ സ്വരൂപാനന്ദ സ്വാമികളാണ്. അദ്ദേഹം ഒരു ഹിമാലയൻ യോഗിയാണ്. ഞാൻ 18-ാമത്തെ വയസ്സിൽ സത്യാന്വേഷണിയായിട്ട് ഇറങ്ങിയതാണ്. 25-ാമത്തെ വയസ്സിലാണ് ഈശ്വരകാരണത്താൽ ഗുരുവിനെ ലഭിക്കുന്നത്. മൈസൂർ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. മൈസൂർ ചാമുണ്ഡി ഹില്ലിന് താഴെയായിട്ട് അഞ്ജലി ആശ്രമം എന്ന മനോഹരമായൊരു ആശ്രമമുണ്ട്. ഞാൻ ഈ അഞ്ജലി ആശ്രമത്തിൽ അക്കാലത്ത് യോഗവിദ്യ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. യോഗാസനങ്ങളും പ്രാണായാമമൊക്കെ അവിടെ വരുന്ന ഗ്രൂപ്പിനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഒരു 4:30 മണിക്ക് യോഗ ക്ലാസ് കഴിഞ്ഞിട്ട് ഏകദേശം 5:30 മണി സമയത്ത് യോഗ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ആശ്രമത്തിൽ കോട്ടേജിലേക്ക് പോകുന്ന സമയത്താണ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ താടിയും മുടിയെല്ലാം നീട്ടി ഒരു മുണ്ട് മാത്രം എടുത്ത് ഒരാൾ ഇരിക്കുന്നത് കാണും. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന കണ്ട് ഞാൻ അടുത്ത് ചെന്ന് ഭക്ഷണം എല്ലാം കഴിച്ചോ, ഭക്ഷണം വേണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഗുരുവാണ്, ഒരു യോഗിയാണെന്നുള്ള തിരിച്ചറിവ് എനിക്കില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭക്ഷണമൊന്നും വേണ്ട, നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് എൻ്റെ മനസ്സിലുള്ള ചിന്തകൾ, അക്കാലത്തെ ആധ്യാത്മിക ചിന്തകൾ, എനിക്കുണ്ടായിരുന്ന ആധ്യാത്മിക സംശയങ്ങൾ, പ്രത്യേകിച്ച് കുണ്ടലിനിയുമായി ബന്ധപ്പെട്ട്, എനിക്ക് അക്കാലത്ത് ഞാൻ കുണ്ടലിനി പരിശീലിച്ച് ഈ കുണ്ടലിനി സിൻഡ്രോം എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അതായത് കുണ്ടലിനി ആക്റ്റീവ് ആകുകയും ചെയ്തു, എന്നാൽ കറക്റ്റായിട്ട് അത് ട്രാൻസെൻഡ് ചെയ്യുന്നുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ചൂടാകും, നാഡികൾ ചൂടാകും, മനസ്സിൽ കണ്ടമാനം കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. ഞാൻ പല ആൾക്കാരുടെ അടുത്ത്, ആത്മീയ ആചാര്യന്മാരുടെ അടുത്ത് തേടിപ്പോയിരുന്നു. ഈ കുണ്ടലിനി സിൻഡ്രോമുമായി ബന്ധപ്പെട്ട് ശരീരം ചൂടാകുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പ്രശ്നം തരണം ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ ആരും എനിക്ക് ഒരു വ്യക്തമായ ഗൈഡൻസ് തരികയോ അതിനെ പരിഹരിക്കുവാനോ സാധിച്ചില്ല. ഇതിങ്ങനെ ഏകദേശം 1-1.5 വർഷക്കാലമായി ഈ പ്രശ്നം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നും അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്നും അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നൊക്കെ പ്രാരംഭമായിട്ട് പറഞ്ഞത്. അപ്പോഴാണ് ഇദ്ദേഹം ഒരു ഗുരുവാണെന്നും ആധ്യാത്മിക ഗുരുവാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതും. ഇദ്ദേഹം തന്നെയാണ് ഞാൻ അന്വേഷിച്ച് എൻ്റെ അന്തരാത്മാവിൽ ഞാൻ തേടി നടക്കുന്ന ഗുരു ഇദ്ദേഹമാണ് എന്നൊരു ബോധം എനിക്ക് ഉദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഹിമാലയത്തിൽ ഗുഹയിലായിരുന്നു നീണ്ട വർഷങ്ങളൊന്നും. ഇപ്പോൾ കൊല്ലൂർ മൂകാംബിക അടുത്ത് കുടജാദ്രിയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു ആശ്രമമുണ്ട്. ആശ്രമത്തിന് അദ്ദേഹം തന്നെ തുടങ്ങിയ ആശ്രമമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആശ്രമത്തിൻ്റെ അഡ്രസ്സ് തരികയും ചെയ്തു. പിന്നീട് വൈകാതെ ഞാൻ അവിടുന്ന് മൈസൂരിൽ നിന്ന് നേരിട്ട് ഷിമോഗ വഴി ഈ കൊല്ലൂർ ആശ്രമത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം 25 വയസ്സ് പ്രായമാണ്. പിന്നെ അവിടെ പക്ഷേ ആ സമയത്ത് ഞാൻ പിന്നീട് പഠിക്കുകയൊക്കെ ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ ഞാൻ MSc ഡിഗ്രി M.Ed ഒക്കെ അതിന് ശേഷമാണ് പഠിക്കുന്നത്. അത് മംഗലാപുരത്താണ്. അപ്പോൾ മംഗലാപുരത്ത് പഠിക്കുമ്പോൾ എനിക്ക് അവധി കിട്ടുന്ന സമയത്ത് പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് സമയം ക്ലാസ്സിൽ പോകാതെയൊക്കെ ഞാനിങ്ങനെ ആശ്രമത്തിൽ പോയിരിക്കും. അപ്പോൾ അന്ന് തൊട്ട് ഏകദേശം 98 സംഭവം. അപ്പോൾ 98 മുതൽ ഇങ്ങനെ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നു. കുറേ വർഷക്കാലം നേരിട്ട് ആശ്രമത്തിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിദേശത്തൊക്കെ ജോലിക്കായിട്ട് ഞാൻ പോയിരുന്നു. ആ സമയത്ത് അദ്ദേഹവുമായിട്ട് ടെലിപ്പതിയായിട്ട് ധ്യാനത്തിൽ ടെലിപ്പതി വഴി അദ്ദേഹം എനിക്ക് ആധ്യാത്മിക ഗൈഡൻസ് തരുമായിരുന്നു. പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ആ സമ്പർക്കം തുടർന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നീ അവിടെ കട്ട് ചെയ്യേ കഴിഞ്ഞില്ലേ?